എവിടെയാണെങ്കിലും സലിം ഷാ നീ ഓടി എത്തും എൻ്റെ അടുത്ത്. ആ കുടുംബം കണ്ണുങ്ങൾ കിടന്ന് അടിയടിപ്പെടുന്ന ആ കൊച്ചാണെങ്കിൽ ബോധം കെട്ടൊക്കെ വീഴുന്നു. കഴിഞ്ഞ 7 വർഷങ്ങളായി ദുബായിലും സൗദിയിലുമായി ജോലി ചെയ്തു വരുന്ന പുതുക്കുറിച്ചി സ്വദേശി സലീം ഷാ 1 വർഷം മുമ്പ് നാട്ടിൽ വന്ന് അയൽവാസിയായ ഒരു പെൺകുട്ടിയുമായി കല്യാണം ഉറപ്പിച്ചിട്ടാണ് സലീം ഷാ തിരികെ പോകുന്നത്. ഇക്കഴിഞ്ഞ നവംബർ 12-നാണ് വിവാഹം നടക്കേണ്ടിയിരുന്നത്. ഒക്ടോബർ 18-ന് ഇദ്ദേഹം വരുന്നതും കാത്ത് കുടുംബം എയർപോർട്ടിൽ കാത്തു നിന്നുവെങ്കിലും സലീം ഷാ എത്തിയിട്ടില്ല. ഇന്നും ഈ കുടുംബത്തിന് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമേ മാറുകയാണ്: സലീം ഷാ എവിടെയാണ്? എന്താണ് സലീം ഷായ്ക്ക് സംഭവിച്ചത്? ഒരു കോണ്ടാക്റ്റും തന്നെ ലഭിക്കുന്നില്ല. ഒന്ന് ഫോൺ ചെയ്ത് അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും വിവരം ലഭിക്കാമെന്ന് വെച്ചാൽ അതുപോലും നിവർത്തിയില്ല. ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ ഇരിക്കുന്നത് സലീം ഷായുടെ അച്ഛൻ്റെ സഹോദരിയും ഉമ്മയും അദ്ദേഹം കല്യാണം കഴിക്കാനിരുന്ന കുട്ടിയുടെ മാതാവുമാണ്. അവരോട് തന്നെ ചോദിച്ചറിയാം ബാക്കിയുള്ള ഡീറ്റെയിൽസ്. ഇയാൾ എത്ര കൊല്ലമായിട്ട് ഗൾഫിലുണ്ട്? 7 വർഷമായിട്ട്. 3 മക്കളാ? 3 മക്കൾ. മൂത്തവനാണ്. ഭർത്താവിന് എന്താ പണി? ഭർത്താവ് മരണപ്പെട്ടു. തൊട്ട വീട്ടിലെ പെൺകുട്ടിയെയാണ് ഉറപ്പിച്ചിട്ടുള്ളത്. അവൾ പഠിക്കുകയാണോ? അവള് ജോലിക്ക് പോകും. എന്ത് ജോലിയാ? കിംബ്രയിൽ പോകും. കിൻഫ്രയിൽ ജോലിയുണ്ട്. അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു അല്ലേ? ഞാൻ വിവാഹം ഉറപ്പിച്ചോണ്ട് ഇഷ്ടം ഒക്കെ ആവുമല്ലോ അതിൻ്റെ പിന്നിൽ. അങ്ങനെയാണ്, ഒന്നും പ്രശ്നമില്ല. ഇയാൾക്ക് എന്ത് പറ്റി? ഇയാൾ എങ്ങനെയാണ് ആള് പൊതുവെ? എൻ്റെ മോൻ തന്നെ എൻ്റെ കുടുംബം നോക്കണത്. കുടുംബം നോക്കും, പൈസ ഒക്കെ അയച്ചു തരുന്ന ആളാണ്. പൈസയൊക്കെ അയച്ചു തരും. പക്ഷെ അവിടെ എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ജോലി ചെയ്തിരുന്ന സ്ഥലത്തല്ലാന്ന് തോന്നുന്നു. വിളിച്ച സമയത്തൊക്കെ പറഞ്ഞ് കമ്പനിയിൽ നിന്ന് ശമ്പളം കിട്ടിയില്ല അമ്മ. മാറി വേറെ സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ട്. അതറിയാൻ പറ്റണില്ല. അതായത് എനിക്ക് തോന്നണത് എന്താണെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ അവിടെ വിളിച്ച് ചോദിച്ചോ ഏത് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്? എൻ്റെ 3ാമത്തെ മോൻ അവിടെയാണ്. അവിടെ പോയി അന്വേഷിച്ചു. അപ്പോൾ എന്താ പറഞ്ഞ്? അവർ പറഞ്ഞു 3 മാസം കൊണ്ട് കമ്പനിയിൽ നിന്ന് ചാടിപ്പോയി. ആ 3 മാസം കഴിഞ്ഞപ്പോൾ പോയിന്ന് വെച്ചാൽ എത്ര മാസമായി ഇപ്പോൾ അങ്ങനെ ചാടിപ്പോയിട്ട്? അവർ പറഞ്ഞു 3 മാസം. 17 മാസം ആയുള്ള ആ കമ്പനിയിൽ കയറിയിട്ട്. അപ്പോൾ 3 മാസം മുമ്പാണ് ചാടിപ്പോയത്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് പരാതി കൊടുത്തിട്ടുണ്ടാവും. അവർ പരാതി കൊടുത്തെന്ന് പറഞ്ഞു. പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ കസ്റ്റംസിൽ പിടിച്ചിട്ടുണ്ടാവും, ഇമിഗ്രേഷനിൽ പിടിച്ചിട്ടുണ്ടാവും, ജയിലിലുണ്ടാവുകയാണ്. ജയിലിലൊക്കെ അന്വേഷിച്ച് 17-ാം തീയതി വരെ വീട്ടിൽ വിളിച്ചതാണ്. അല്ല, അത് അതായത് നിങ്ങൾ ഇവിടെ ചെല്ലുമ്പോഴാണ് കമ്പ്യൂട്ടറിൽ കാണിക്കുക ഇയാളെ ഇന്ന രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട്, കുറ്റം ചെയ്തിട്ടുണ്ട്, ഇയാൾ വിസ ക്യാൻസൽ ചെയ്തിട്ടില്ല എന്നൊക്കെ കാണിക്കും. മനസ്സിലായ? അങ്ങനെ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മാറ്റി നിർത്തിയിട്ട് പോലീസ് കൊണ്ടുപോകും. അത് നിങ്ങൾ മകൻ കറക്റ്റായിട്ട് അന്വേഷിക്കാത്തതുകൊണ്ടാണ്. വേറെ ആരെങ്കിലും വെച്ച് അന്വേഷിപ്പിക്കണം. നിങ്ങളുടെ മകൻ അതിനുള്ള ത്രാണി ഉണ്ടാവില്ല. വേറെ ആളുകളെ കൊണ്ട് അന്വേഷിപ്പിച്ച് നാട്ടിലുള്ള ആളുകളെ കൊണ്ടോ വക്കീലന്മാരെ കൊണ്ടോ അന്വേഷിപ്പിച്ചാൽ കിട്ടുന്നതാണ്. നിങ്ങളെ മോളെയാണ് ഇയാൾ കല്യാണം കഴിക്കാൻ പോകുന്നത്. നാട്ടിൽ സംഘടനക്കാരുടെ അവിടെ നിന്ന് അന്വേഷണത്തിനൊക്കെ പോയെന്ന് പറഞ്ഞായിരുന്നു. അല്ല, അത് കിട്ടാതിരിക്കില്ല, ഉറപ്പായിട്ടും കിട്ടാതിരിക്കില്ല. ഈ കുട്ടി പിന്നെ പുറത്തുണ്ടെങ്കിൽ വിളിക്കാതിരിക്കില്ലല്ലോ അല്ലേ? വിളിക്കുന്ന ആളല്ലേ, എല്ലാ ദിവസവും വിളിക്കുന്ന ആളല്ലേ. ഈ ഒക്ടോബർ 18-നാണ് ഇങ്ങോട്ടേക്ക് വരും എന്ന് പറഞ്ഞു. അതിന്റെ തലേ ദിവസം വിളിച്ചിരുന്നു അല്ലേ? 17-ാം തീയതി സന്ധ്യയ്ക്ക് വരെയും വിളിച്ചായിരുന്നു. 18-ാം തീയതി ഞങ്ങൾ വരും. അപ്പോൾ സാധാരണ എനിക്ക് തോന്നുന്നതാണ് അതായത് ഇയാളെ അറസ്റ്റ് ചെയ്ത് കൂട്ടുകാരെ കൊണ്ടുവിടുന്നത് യഥാർത്ഥത്തിൽ ഇയാൾ ചെയ്തൊരു വിഡ്ഢിത്തരാണത്. അങ്ങനെ ആ കമ്പനി ഇയാൾക്ക് പിന്നെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് പോരാൻ പറ്റില്ല. അല്ല, കമ്പനിയിൽ നമ്മൾ ആ കഫീലിനെ വിളിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്കും അവർ പറയുന്ന അവനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇവിടുത്തെ ചാടിപ്പോയി അവർ പരാതി കൊടുത്തിട്ടുണ്ടാവും. പരാതി കൊടുത്താൽ ഓൾറെഡി ഇമിഗ്രേഷനിലേക്ക് അവർ കത്ത് കൊടുക്കും. അത് നിയമമാണ്. അങ്ങനെ കൊടുത്തിട്ടില്ല എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോഴത്തേക്കും അറിയാൻ കഴിഞ്ഞത്. സലീമേ, നീ എവിടെയാണെങ്കിലും വരണം. നിന്റെ വരവും കാത്ത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞങ്ങൾ 2 കുടുംബം ഒരുപാട്. വിവാഹത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അവൻ വരും കേട്ടോ. അതിനെ പറ്റിയിട്ട് നിങ്ങൾ ബേജാറാവണ്ട. മോളെ പറഞ്ഞ് സമാധാനിപ്പിക്കും. ആ കുട്ടിക്ക് വിഷമം ഉണ്ടാവും. നമുക്ക് വേറെ പോകാനും അന്വേഷിക്കാൻ നമ്മുടെ വീട്ടിലെ ആണുങ്ങൾ ആരുമില്ല. ഇല്ല, അത് നമുക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ തന്നെ പോയാൽ മതി. അടൂർ പ്രകാശിൻ്റെ അടുത്ത് പോവുക. മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയാൽ അവിടെ പോയിട്ട് കത്ത് കൊടുക്കണമെന്ന് ഒരു വിരോധമുള്ളതല്ല. പിന്നെ എംബസിയിൽ നിന്ന് ഒരു കത്ത് നിങ്ങൾ കൊടുക്കണം. ഇന്ത്യൻ എംബസി UAE എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് ദുബായിക്ക് കൊടുത്താൽ കൗൺസിലേറ്റിന് എന്നിട്ട് കൊടുത്താൽ മതി. എംബസി അല്ല, ദുബായ് കൗൺസിലേറ്റിന് കൊടുക്കണം. പിന്നെ നോർക്ക റൂട്ട്സിൽ ഒരു കത്ത് കൊടുക്കണം. നിങ്ങൾ ഹരികൃഷ്ണൻ നമ്പൂരി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട് അവിടെ നോർക്കയിൽ. നോർക്കയിൽ പോയിട്ട് അവിടെ ചോദിച്ചാൽ മതി. ഞാൻ പറഞ്ഞ അയച്ചാന്ന് പറയാം.
അവിടെ ചെന്നിട്ട് അദ്ദേഹത്തോട് പറയാം എങ്ങനെയാണ് വിഷയം, PT കുഞ്ഞു മുഹമ്മദ് പറഞ്ഞയച്ചതാണ്, അതുകൊണ്ട് ഞങ്ങൾ ഒരു എഴുത്തുമായിട്ട് പോവുക, ഞങ്ങളുടെ മകൻ്റെ അഡ്രസ്സും പേരും ഇതൊക്കെ ആയിട്ട്, മനസ്സിലായ? അതവിടെ കൊടുക്കുക. ഒന്ന് അടൂർ പ്രകാശിനെ കാണുക, മുഖ്യമന്ത്രിയുടെ അവിടെ കൊടുക്കുക, എംബസിയിൽ ഒരു കത്ത് കൊടുക്കുക. ഇതാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്. ഇത് 4 കൊടുക്കുകയും ഇത് നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ പ്രവർത്തകർ അന്വേഷിക്കും, അവിടെയുള്ള ആളുകൾ പലരും അന്വേഷിക്കും. അപ്പോൾ അവരാരെങ്കിലും ഇതിനെ കുറിച്ചിട്ട് കണ്ടെത്തിയിട്ട് സലീം ഷാനെ കണ്ടെത്താനുള്ള വഴികൾ നമ്മൾ അന്വേഷിക്കും. നിങ്ങളുടെ വിഷമം നമുക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങളിത് പ്രത്യേകിച്ച് എനിക്ക് മനസ്സിലാവും. കേട്ടാ, അതിന് വിഷമിക്കാനൊന്നുമില്ല, ആൾ വരും, അത് സംശയമില്ല. എയർപോർട്ടിലേക്ക് വന്ന ആളല്ലേ, അതൊരു പ്രശ്നമില്ല. ദുബായിലെ പ്രവാസ ലോകം പ്രവർത്തകരോടും പ്രേക്ഷകരോടും കൂടിയുള്ള ഒരു അഭ്യർത്ഥനയാണ് സലീം ഷാ വിവാഹത്തിന് വേണ്ടി എയർപോർട്ടിൽ വന്ന് സ്പോൺസർ പരാതിപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അദ്ദേഹത്തിന് കയറി പോരാൻ കഴിഞ്ഞില്ല, അദ്ദേഹം കയറിയതായിട്ടൊരു രേഖയില്ല, അദ്ദേഹം ദുബായിൽ തന്നെയുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുജൻ അന്വേഷിച്ചിട്ട് യാതൊരു വിവരവും കിട്ടിയിട്ടില്ല. അവർക്കൊക്കെ അന്വേഷിക്കുന്നതിന് പരിധി ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അടൂർ പ്രകാശിന് അവരൊരു കത്ത് കൊടുത്തിരുന്നു, അദ്ദേഹം അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വീണ്ടും അന്വേഷിക്കും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അവിടുത്തെ പ്രവാസലോകം പ്രവർത്തകരാണ് ഇത് കണ്ടെത്തേണ്ടത്. ഇത് കാണുന്ന ആളുകളുടെ ഒട്ടനവധി ആളുകൾ ഈ മേഖലകളിൽ, മനുഷ്യാവകാശ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ദുബായ്. അതിനിപ്പോൾ ഇതൊന്നുമില്ല, ജാതിയും മതമൊന്നുമില്ല, പാർട്ടിയൊന്നുമില്ല. ഇത്തരത്തിലുള്ള കേസുകൾ നമ്മൾ ഇവിടുന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അന്വേഷിക്കാം, ഒരു സംശയമില്ല. അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഇതൊന്നുമില്ല. പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രവർത്തകരുണ്ട്, അവർ അന്വേഷിക്കും. അവരുടെ കൂടെ തന്നെ മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകരുണ്ട്, സംഘടനകളുണ്ട്. അവർക്കൊക്കെ ഇത്തരം കേസുകൾ വരുമ്പോൾ അവരോടും കൂടിയാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. പോലീസ് സ്റ്റേഷനിലും മറ്റുള്ള ഇമിഗ്രേഷനിലൊക്കെ ഒട്ടേറെ സ്വാധീനമുള്ള വ്യക്തികൾ ഉണ്ട് എന്ന് എനിക്കറിയാം. കഴിഞ്ഞ ആഴ്ച ഞാൻ ദുബായിലുണ്ടായിരുന്നു. അവരെ പോലത്തെ ആളുകളുടെ അതിഥിയായിട്ടാണ്, ഇത്തരത്തിലുള്ള പ്രവർത്തകരുടെ അതിഥിയായിട്ടാണ് പോയിട്ടുള്ളത്. അവരോട് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളെ കാണാതാകുമ്പോൾ, ഇത്തരത്തിൽ വളരെ കൃത്യമായിട്ട് ഇന്ന സ്ഥലത്ത് വെച്ച് മിസ്സായിപ്പോയി എന്ന് പറയുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ അന്വേഷിച്ചാൽ കിട്ടും. സലീം ഷായുടെ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ട്. ആ വിവാഹം ഉറപ്പിച്ചത് ഒരു ചെറിയ സ്നേഹമൊക്കെ ആയിട്ട് ഇപ്പോൾ അവരൊരു കൊല്ലം ഉറപ്പിച്ചിട്ട വിവാഹമാണ്. ആ കുട്ടിയുടെ അമ്മയും എൻ്റെ കൂടെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട 2 കുടുംബങ്ങൾ ദുഃഖത്തിലും സങ്കടത്തിലും ആക്കിക്കൊണ്ടാണ് സലീം ഷാ നിൽക്കുന്നത്. അല്ല, നിങ്ങളെന്തെങ്കിലും പറയേണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ, ക്യാമറയിൽ പറഞ്ഞോളൂ. മോനെ, നീ എവിടെയാണെങ്കിലും സലീം ഷാ, നീ ഓടി എത്ത് എൻ്റെ അടുത്ത്. ആ കുടുംബം കണ്ണുങ്ങൾ കിടന്ന് അടിയടിപ്പെടുന്ന ആ കൊച്ചാണെങ്കിൽ ബോധം കെട്ടൊക്കെ വീഴുന്നു. സലീം ഷാ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഇതിലൊരു നമ്പർ സംഘടിപ്പിച്ചിട്ട് വീട്ടിലേക്ക് വിളിക്കാനുള്ള ചെറിയ സൗകര്യം വാങ്ങണം, എന്നിട്ട് നാട്ടിലേക്ക് വിളിക്കണം. അത് യാതൊരു സംശയമില്ല, സലീം ഷാ വേഗം ചെയ്യാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കേട്ടോ, നമ്മൾ ഉമ്മാനെയും പിന്നെ നിങ്ങളുടെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ മാതാവിനെയും കൂടെ വന്നിട്ടുള്ള ആളുകളൊക്കെ, അവരുടെ കുടുംബക്കാരൊക്കെ സമാധാനിപ്പിച്ചിട്ടാണ് അയക്കുന്നത്. കാരണം അത് അത്ര ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. കാരണം എയർപോർട്ട് വരെ അവിടെ എത്തിയെന്നുള്ളതിന് അയാൾ വിളിച്ച തെളിവുണ്ട്. പിന്നെ അയാൾ അങ്ങോട്ട് കയറി പോകുന്നതിന് തെളിവില്ല. അപ്പോൾ അദ്ദേഹം UAE തന്നെ ഉണ്ട് എന്നാണ് നമ്മളുടെ. അപ്പോൾ നിങ്ങളാരും സങ്കടപ്പെടാതെ സന്തോഷത്തോടുകൂടി തിരിച്ചു പോവുക. സലീം ഷാ തിരിച്ചു വരും, ഞങ്ങളതിനു വേണ്ടി ശ്രമിക്കും. കേട്ടാ, അല്ല, നിങ്ങളെന്തെങ്കിലും പറയേണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ, ക്യാമറയിൽ പറഞ്ഞോളൂ. മോനെ, നീ എവിടെയാണെങ്കിലും സലീം ഷാ, നീ ഓടി എത്ത് എൻ്റെ അടുത്ത്. ആ കുടുംബം കണ്ണുങ്ങൾ കിടന്ന് അടിയടിപ്പെടുന്ന ആ കൊച്ചാണെങ്കിൽ ബോധം കെട്ടൊക്കെ വീഴുന്നു. സലീമേ, നീ എവിടെയാണെങ്കിലും വരണം. നിന്റെ വരവും കാത്ത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞങ്ങൾ 2 കുടുംബം ഒരുപാട്. വരും, സലീം വരും, നിങ്ങളാരും വിഷമിക്കണ്ട. കേട്ടോ, ഓക്കെ, ശരി.